നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ തീവ്രവാദ ഗ്രൂപ്പാണ് ഐസിസ്. ജനങ്ങൾക്കായി ഒരു സന്തോഷ വാർത്ത. ഇറാഖിലെയും സിറിയയിലെയും ഇസ്ലാമിക് സ്റ്റേറ്റ് തലവനും കൊടും ഭീകരവാദിയുമായ അബു ഖാദിജ എന്നറിയപ്പെടുന്ന അബ്ദുള്ള മക്കി മൊസ്ലെ അൽ റിഫായി കൊല്ലപ്പെട്ടു. ഒരു കൊടും കുറ്റവാളിയെ കൊലപ്പെടുത്തണമെങ്കിൽ അതിന്റെ പുറകിൽ നല്ലൊരു മാസ്റ്റർ ബ്രെയിൻ വേണം. നമുക്ക് അക്കാര്യം തന്നെ ആദ്യം നോക്കാം. US നേതൃത്വത്തിലുള്ള സഖ്യസേനയുമായി സഹകരിച്ച് ഇറാഖി ദേശീയ രഹസ്യാന്വേഷണ സേന നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. ഇറാഖികൾ ഇരുട്ടിന്റെയും ഭീകരതയുടെയും ശക്തികൾക്കെതിരായ അവരുടെ ശ്രദ്ധേയമായ വിജയങ്ങൾ തുടരുന്നു എന്നാണ് ഇറാഖ് പ്രധാനമന്ത്രി അൽ സുഡാനി ഇതേക്കുറിച്ച് പറഞ്ഞത്. വർഷങ്ങളായി സിറിയയിലും ഇറാഖിലും ദശലക്ഷക്കണക്കിന് ആളുകളുടെ മേൽ ഇസ്ലാമിക് സ്റ്റേറ്റ് കടുത്ത ഇസ്ലാമിക ഭരണം അടിച്ചേൽപ്പിക്കുകയും മിഡിൽ ഈസ്റ്റ്, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ ഒരു തിരിച്ചുവരവ് നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മുൻ ഇസ്ലാമിക് സ്റ്റേറ്റ് നേതാവ് അബൂബക്കർ അൽ ബാഗ്ദാദി 2014 ഇറാഖിന്റെയും സിറിയയുടെയും കുറച്ച് പ്രദേശങ്ങൾ കൈയടക്കിയിരുന്നു. എന്നിട്ട് അവിടെ ഖിലാഫത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2019 വടക്കു പടിഞ്ഞാറൻ സിറിയയിൽ US പ്രത്യേക സേന നടത്തിയ റെയ്ഡിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. അപ്പോൾ US ആണ് താരം. അന്ന് അൽ ബാഗ്ദാദിയെ കൊലപ്പെടുത്താനായാലും ഇപ്പോൾ അബു ഖാദിജയെ കൊലപ്പെടുത്താനായാലും US സേനയില്ലാതെ ഒരു കാര്യവും നടക്കില്ല. സിറിയയിലെ ഉന്നത നയതന്ത്രജ്ഞന്റെ ഇറാഖ് സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഈ കൊടും ഭീകരനെ വധിച്ചെന്നുള്ള പ്രഖ്യാപനമുണ്ടായത്. തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെ നടന്നു. ഇറാഖ് വിദേശകാര്യമന്ത്രി ഫൗദ് ഹുസൈൻ ഇറാഖും സിറിയയും നേരിടുന്ന പൊതുവായ വെല്ലുവിളികളെക്കുറിച്ച് പ്രത്യേകിച്ച് ഐസിസിനെതിരെ പോരാടുന്നതിൽ ഊന്നിപ്പറഞ്ഞു. സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങളെ എടുത്തുകാട്ടി. സിറിയ, ഇറാഖ്, തുർക്കി, ജോർദാൻ, ലെബനൻ എന്നിവ ഉൾപ്പെടുന്ന പുതുതായി സ്ഥാപിച്ച ഓപ്പറേഷൻസ് റൂമിനെ കുറിച്ചും ഹുസൈൻ പരാമർശിച്ചു. ഐസിസ് വിരുദ്ധ നടപടികൾ ഏകോപിപ്പിക്കുക എന്നതാണ് ഈ റൂമിന്റെ ലക്ഷ്യം. ഉടൻ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു കൊടും ഭീകരനെ വധിക്കാൻ പറ്റിയതിന്റെ സന്തോഷത്തിലാണ് അമേരിക്കയും ഇറാഖും. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.